ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബാക്കി വന്ന ചപ്പാത്തി കൊണ്ട് ഒരു ചാറ്റ് ഉണ്ടാക്കിയാലോ. ഇപ്പോൾ തലേദിവസം ബാക്കി വന്ന ചപ്പാത്തി അല്ലെങ്കിൽ രാവിലെ ഉണ്ടാക്കിയിട്ട് ബാക്കി വന്ന ചപ്പാത്തിക്ക് നമുക്ക് വേസ്റ്റ് ആക്കാതെ ഒരു ചാറ്റിൻ്റെ രൂപത്തിൽ തന്നെ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കണേന്ന് നോക്കാം. നമുക്ക് ബാക്കി വന്ന ചപ്പാത്തി കൊണ്ടുള്ള ചാറ്റ് ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു 3 ചപ്പാത്തി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി വന്ന ചപ്പാത്തിയോ ഫ്രഷ് ആയിട്ടുള്ള ചപ്പാത്തിയോ ഏതെങ്കിലും കുഴപ്പമില്ല. ഇനി ഈ ചപ്പാത്തി നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് ചപ്പാത്തി കുറച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ക്രിസ്പി ആവണ വരെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പൊ കണ്ടത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി, നമുക്കിതെല്ലാം കോരി മാറ്റാം. ഇത് മതി. ഇനിയിപ്പോ ബാക്കിയുള്ള ചപ്പാത്തി മുറിച്ച് വെച്ചതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനെ ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ ചപ്പാത്തി വറുത്തെടുത്തത് കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ കൈ വെച്ചൊന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് പൊടിക്കണ്ട, പക്ഷെ എന്നാലും ചെറുതായിട്ടൊന്ന് പൊടിക്കാം. ഇതിനിവിടെ ഇരിക്കട്ടെ. ഇപ്പം കണ്ടോ, നമ്മുടെ ഉരുളക്കിഴങ്ങ് ആവശ്യത്തിന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഓവറായിട്ട്, അതായത് നല്ല ക്രിസ്പിயான രീതിയിൽ അങ്ങനെ വറുത്തെടുത്തിട്ടില്ല കേട്ടോ. ഒരു സോഫ്റ്റ് ടെക്സ്ചർ തന്നെയാണ്. ഇനി നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാതെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതിന് ശേഷം ഈ ഒരു ചാറ്റിലേക്ക് ചേർക്കാവുന്നതുള്ളൂ കേട്ടോ. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതിലാകെ കുക്കിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ചപ്പാത്തി ഫ്രൈ ചെയ്തെടുക്കുന്നതും അതുപോലെ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ കുക്ക് ചെയ്തെടുത്തത് ഉരുളക്കിഴങ്ങ്. ഇപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഞാനൊരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം തന്നെ നമ്മൾ റെഡിയാക്കി വെച്ച ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തിട്ടുണ്ടല്ലോ, ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് മുറിച്ചത് ഇട്ട് കൊടുക്കാം എരിവിനനുസരിച്ച്. ഒരു തക്കാളി മുറിച്ചത്, പിന്നെ ഒരു സവാള ചെറുതായിട്ട് മുറിച്ചെടുത്തത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ചതച്ച മുളക്, പിന്നെ ഒരു പകുതി നാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുക. ഞാനിപ്പോൾ എല്ലാവർക്കും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യണത് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആംചൂർ പൗഡർ അല്ലെങ്കിൽ എന്താ പറയുക ചാറ്റ് മസാല അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാവുന്നതുള്ളൂ. നാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട്. ഇത് പുളിക്കനുസരിച്ച് മാത്രം ഒഴിക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണമെങ്കിൽ അതെങ്ങനെ നല്ലത്. ഇത് മതി. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന്. പുളി ഉപ്പൊക്കെ നല്ല പെർഫെക്റ്റ് ആണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ ചില്ലി ഗാർലിക് സോസാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചപ്പാത്തി ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുക. ഇത് കഴിക്കുന്ന സമയത്ത് മാത്രം ഇട്ടാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഇതിൽ കിടക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ട് മാറും. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ പാപ്പടി ചാറ്റ് ഉണ്ടാക്കില്ലേ, ആ ഒരു രീതിയിൽ തൈരൊക്കെ ചേർത്തിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ പിന്നെ സോസുകളുടെ ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് മല്ലിയില മുറിച്ചത് അവസാനം ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തി ചാറ്റ് റെഡി ആയിട്ട് ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് സോൾട്ട് ഉപയോഗിക്കാം. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ആംചൂർ പൗഡർ, ചാറ്റ് മസാല, അങ്ങനെ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കടല ഉണ്ടല്ലോ, ഏത് കടലയാണെങ്കിലും ഉപയോഗിക്കാം. വെളുത്ത കടലയോ കറുത്ത കടലയോ ഏതാണെങ്കിലും വേവിച്ചതിന് ശേഷം അത് ചേർക്കാം. അതുപോലെ ചെറുപയറാണെന്നുണ്ടെങ്കിലും വേവിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ. ഞാൻ കുറച്ച് ചപ്പാത്തി ഫ്രൈ ചെയ്തത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. അതുപോലെ കുറച്ച് മല്ലിയില മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്ന ചപ്പാത്തി ചാറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ചപ്പാത്തി ചാറ്റ് കഴിച്ചു നോക്കിയാലോ. സിമ്പിളാണ്, പക്ഷേ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, അതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. എന്തായാലും ഇഷ്ടം. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.